സുഹൃത്തുക്കൾ, അപ്പോൾ ബിഗ് ബോസിൽ നിന്ന് രേണു സുധി പുറത്തായിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്രകാരം തന്നെയാണ് പുറത്താക്കിയിരിക്കുന്നത്. പക്ഷേ ഞാൻ പറയേണ്ട വേറെ ഒരു കാര്യമാണ്. ഇപ്പോൾ കുറച്ച് ദിവസം മുമ്പ് ഒരു അക്ബർ പറഞ്ഞിട്ടുള്ള ഒരാൾ, അദ്ദേഹം രേണു സുധിനെ സെപ്റ്റി ടാങ്ക് എന്നൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഒരു കാര്യമില്ലാതെയാണ് വിളിച്ചിട്ടുള്ളത്. പറയേണ്ട വിഷയമല്ല, ഇതേ വിളി ആ ഒരു ബിഗ് ബോസിലെ മറ്റ് മത്സരാർത്ഥികളായിട്ടുള്ള ആദില നൂറക്കെതിരെ വരില്ല, അനുമോൾക്കെതിരെ വരില്ല. അവിടെ ബാക്കിയുള്ള കാണാൻ അത്യാവശ്യം ലുക്കുള്ള ആൾക്കാർക്കെതിരെ ഒന്നും ഈ വിളി വരില്ല. അത് സമൂഹത്തിൻ്റെ ഒരു ചിന്താഗതിയാണ് ഈ അക്ബർ ഓൻ്റെ വർത്തമാനത്തിൽ കൂടെ അന്ന് കാണിച്ചിട്ടുള്ളത്. അത് സമൂഹത്തിൻ്റെ ഒരു ഇതാണ്. കാണാൻ കുറച്ച് അതും ലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഓൽക്കെതിരെ വിളി പോയിട്ട് ഒരു തൊടൽ പോലും വരില്ല. ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും ഈ കൊട്ടേണ്ട ചെണ്ടമാർക്കുള്ള കുറച്ച് ആൾക്കാരുണ്ടാവുമല്ലോ, ഇങ്ങോട്ട് എത്ര വിളിച്ചു കഴിഞ്ഞാലും നമുക്കൊന്നും ചെയ്യാൻ പ്രതികരിക്കില്ല എന്ന് ഉറപ്പുള്ള ആൾക്കാർക്കെതിരെ മാത്രമേ വിളി വരുള്ളൂ. അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അത് സമൂഹത്തിൽ മൊത്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണത്. അല്ലെങ്കിൽ ഇപ്പോൾ ഈ നൂറാദിലിനൊക്കെ എന്ത് കണ്ടിട്ടാണ് ഈ താങ്ങി നടക്കുന്നത്? എന്തെങ്കിലും വലിയ ഗുണമുണ്ടോ? എന്തെങ്കിലും വലിയ പ്രത്യേകത ഉണ്ടോ അവർക്ക്? ഒന്നുമില്ലല്ലോ. അപ്പോൾ അതൊക്കെ സമൂഹത്തിൻ്റെ ചിന്താഗതിയാണ്. എന്തായാലും രേണു ചേച്ചിക്കൊപ്പം രേണു ചേച്ചി അന്തസ്സായിട്ട് ബിഗ് ബോസിൽ നിന്ന് പോകുന്നത്, അതിനൊരു താങ്ക്സ്.